ഹലോ. നട്ടപ്പാതിരാത്രി കഴിഞ്ഞ നേരത്ത് നമ്മൾ ധനമാളിൽ ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഏരിയ ഫുള്ളാണ്. നമ്മൾ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമുക്കൊരു പാർക്കിംഗ് കിട്ടിയത്. ഇവിടെ ഇന്ന് മിഡ് ഡേ സെയിൽ നടക്കുന്നുണ്ട്. 10 മണി മുതൽ രാത്രി 10 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയാണ്. 70% ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് നേരെ കുളിയും കഴിഞ്ഞ് ഫുഡും അടിച്ച് ഡ്രസ്സും മാറി ഓടി വന്നതാട്ടോ. നമുക്ക് മുമ്പേ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു നല്ല ഓഫറൊക്കെ കിടക്കുന്നുണ്ട്, ഒരു വലിയ തിരക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ലുലുവിൻ്റെ എൻട്രൻസ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട്. അവർ പുറത്ത് തന്നെ ടോയ്സിനൊരു സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഓടി ഒരു പർച്ചേസിങ് നടത്താമെന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇലക്ട്രോണിക്സ് സെക്ഷനിലെത്തി. ഇപ്പോൾ വാച്ചസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അവിടുന്ന് കിച്ചുവിന് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങി. കുറേ നാളായി കിച്ചു സ്മാർട്ട് വാച്ച് വാങ്ങാൻ പറയുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേഗം പർച്ചേസ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് ഒന്ന് ഗാർമെൻറ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഇത് കണ്ട് കോഴിക്കോട് മിഠായിത്തെരുവിൽ നിൽക്കുന്ന മാതിരിയാണ് ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ. അവിടെ ഫുൾ ഇങ്ങനെ ഡ്രസ്സുകൾ ഓരോ സെക്ഷനായിട്ടേക്ക് അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞു വേണം എടുക്കാൻ. നമുക്ക് അതിനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാണ്ട് നേരെ മുകളിലേക്ക് വന്നു. മുകളിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് 1-2 ടീഷർട്ട് ഇച്ചാനെടുത്തു. അത് പിന്നെ വലിയ ഓഫറുള്ളതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല ടീഷർട്ടായിരുന്നു. വലിയ റേറ്റും ഇല്ല. വേഗം പർച്ചേസും കഴിഞ്ഞ് ഇറങ്ങി. കാരണം ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ. 2:30 ഇതാ കണ്ടോ, സമയം 2:20. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടുന്ന് ഒരു ധനമാളിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു പോപ്കോൺ കടയുണ്ട്. അപ്പോൾ എപ്പോഴും ധനമാളി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കരാമലിൻ്റെ പോപ്കോൺ വാങ്ങാറുണ്ട്, സ്വീറ്റ് പോപ്കോൺ. അത് ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പം വണ്ടി ഇരുന്ന് തന്നെ അത് കഴിക്കും. അപ്പോൾ ഋതുക്കുട്ടൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഒന്നാമത് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാകും, കാരണം രാത്രി കഴിച്ചൊക്കെ ദഹിച്ചിട്ടുണ്ടാകും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ട് രക്ഷയില്ല പുള്ളിക്ക്. അപ്പം ഞങ്ങൾ വേഗം, പിന്നെ അവന് കരച്ചിലായതുകൊണ്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഇപ്പോഴും ഈ സമയത്ത് 2:30 മണി സമയത്തും പാർക്കിംഗ് ഏരിയ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ വീട്ടിലെത്തി ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് ഓടി നടന്ന് വാങ്ങിയതായതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിയില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. കുറച്ച് ടീ പാക്കറ്റ് വാങ്ങി 2 എണ്ണം. പിന്നെ കിച്ചുവിന് മറ്റേ ചോക്കോപ്പി, നമ്മുടെ ചോക്കോസിൻ്റെ ഒരു സാധനം, അതും വാങ്ങിയിരുന്നു. 2 പാക്കറ്റ് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെസ്ലേൻ്റെ ചോക്ലേറ്റ് വാങ്ങി ഒരു ബോക്സ്. പിന്നെ കുറച്ച് ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സൂപ്പർ റോൾ എന്നും പറഞ്ഞുകൊണ്ട് സാധാ റോളർ, സ്വീറ്റ് റോളർ തന്നെ, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ 2-3-4 പാക്കറ്റ് വാങ്ങിയിട്ടോ. ഇത് പിന്നെ അവരുടെ എന്താ കോക്കോസു എന്നാണ് അതിൻ്റെ പേര്. അത് ഈ ചോക്കോ ചിപ്സിൻ്റെ കുക്കീസ് തന്നെയാണ്. പിന്നെ നമ്മൾ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ഡെയിലി കലക്കി കുടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. മിക്സിറ്റ് എന്ന് പറഞ്ഞ ഇതാ ലുലുവിൻ്റെ തന്നെ കമ്പനിയാണ്. അത് ഒരു 3-4 എണ്ണം വാങ്ങി. മാംഗോ ഫ്ലേവർ ആയിട്ട് എല്ലാം വാങ്ങിയിരിക്കുന്നത്, കാരണം പൈനാപ്പിളൊക്കെ വാങ്ങി ഭയങ്കര പുളിയാണ്. പിന്നെ ഓറഞ്ചും ഒരു ചെറിയ കൈപ്പരസം പോലെ ഉള്ളതുകൊണ്ട് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മാംഗോയാണ്. അപ്പം മാംഗോ തന്നെ അങ്ങ് വാങ്ങി. കുഞ്ഞിക്കോട്ടൻ എന്താ അടുത്ത് വന്നെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങൾ പെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനെ കൊക്കോസു എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് കയ്യിലെടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ്. അവനതൊന്ന് പൊട്ടിച്ച് കിട്ടണം. എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, കിച്ചുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ പപ്പേൻ്റെ അടുത്തേക്ക് മിക്കവാറും പോകാനുള്ള എല്ലാ വഴിയുണ്ട്. അതിൻ്റെ ഇടയിൽ ആ കൊക്കോസുവിൻ്റെ ഇടയിൽ നിന്ന് അവൻ എന്തോ ഒരു പാക്കറ്റ് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു. കിച്ചു അത് നോക്കി വെച്ചാൽ എന്തോ കളിക്കുന്ന ടോയ് ഉണ്ടാക്കുന്ന സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയൊരു മെയിൻ സാധനം നമ്മുടെ കിച്ചുവിൻ്റെ സ്മാർട്ട് വാച്ച്. കിച്ചു അതും കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടിച്ചിട്ട് കിച്ചുവിനങ്ങ് കിട്ടുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരുവിധം കഷ്ടപ്പെട്ട് കിച്ചു അത് പൊട്ടിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ. ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ അവിടെ ഓഫറിന് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചുവിനൊക്കെ 3-4 ദിവസത്തേക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഓവർ വിലേൻ്റെയൊന്നും വാങ്ങാൻ നിന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കിച്ചുവിന് മെയിനായിട്ട് അതിനകത്ത് വാട്സാപ്പ് കിട്ടണം, ഗെയിം കിട്ടണം, ഇത്രയൊക്കെയാണ് കിച്ചുവിൻ്റെ ഡിമാൻഡുകൾ. അപ്പം ബ്ലാക്ക് കളർ തന്നെ വാങ്ങി. ഈ ഒരു മോഡലിൻ്റെ ബ്ലാക്കും പിങ്കും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിങ്ക് ഗേൾസ് യൂസ് ചെയ്യുന്ന കളറായതുകൊണ്ട് കിച്ചുവിന് ബ്ലാക്ക് വാങ്ങിക്കൊടുത്തു. കിച്ചു അതിൻ്റെ ചാർജറും ഉണ്ട്, സ്ട്രാപ്പും ഉണ്ട്. പിന്നെ അതിൻ്റെ ഡയലറാണ്. വാച്ചിൻ്റെ ഡയൽ സ്ക്വയർ ഷേപ്പാണ്.
ഈ ചാർജറിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, ഓക്കെ ആണെന്ന് പറഞ്ഞു. നമുക്കിത് അവിടെ നിന്ന് പൊട്ടിച്ച് നോക്കാൻ പറ്റത്തില്ല. ബില്ല് പേ ചെയ്തതിന് ശേഷമാണത് ഓപ്പൺ ചെയ്ത് നോക്കാൻ അവർ സമ്മതിക്കത്തുള്ളൂ. ജസ്റ്റ് ഒരു ഡെമോ അവിടെ വെച്ചിരിക്കുന്ന ഡെമോയും ലോക്ക് ചെയ്ത് തന്നെ വെച്ചേക്കുന്നത്, നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ഡെമോ അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ ഒരെണ്ണം കാണിച്ചിട്ട് ഏകദേശം ആ മോഡലാണെന്ന് അവർ പറയുകയോ ചെയ്തത്. എന്തായാലും വാങ്ങി അവിടുന്ന് തന്നെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് കണ്ടു. ഋതുക്കുട്ടൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ച് എല്ലായിടത്തും നടന്നിട്ട് ആരും പൊട്ടിച്ചു കൊടുക്കുന്നില്ല. ലാസ്റ്റ് പിന്നെ കിച്ചു അത് വാങ്ങി പൊട്ടിച്ചു കൊടുത്തിട്ടോ. അപ്പം ചെറിയ ഹോളായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല, അതിന് ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുക്കീസ് അങ്ങ് പൊട്ടിച്ച് കിട്ടിയപ്പോൾ പിന്നെ അവൻ അവിടെ അടങ്ങി ഒരിടത്തിരുന്നു. ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇങ്ങനെ പല ആനിമൽസിൻ്റെ ഷേപ്പിലുള്ള ചെറിയ ചോക്കോസിൻ്റെ കുക്കീസാണ്. ചെറിയ ചെറിയ ബിസ്ക്കറ്റുകൾ, പിള്ളേർക്ക് ഒരു രസമാണ് കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കടിക്കുന്നുണ്ട്. എനിക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് പിന്നെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കഴിക്കാനൊന്നും നിന്നില്ല. നമ്മൾ സൂപ്പർ റോൾ എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിയിരുന്ന ആ ബോക്സിച്ചാ എന്താ പൊട്ടിച്ച് നോക്കി. അതിൻ്റെ ഉള്ളിൽ ഇതാണ്ട് 6 പീസാണുള്ളത് കേട്ടോ. സെപ്പറേറ്റ് പീസായിട്ടാണുള്ളത്. 6 റോളുണ്ട്. നമുക്കിത് ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന്. നമ്മൾ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് പീസസ് ആയിട്ടോ ഉള്ളത്. ഇത് ഓൾറെഡി കിച്ചു ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നായിരുന്നു. കിച്ചു അതിൽ നിന്ന് ഓൾറെഡി ഓപ്പൺ ചെയ്ത് എടുത്ത് കഴിച്ചൊക്കെ നോക്കി, നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. അത് ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 4 ബിസ്ക്കറ്റാണ് വരുന്നത് കേട്ടോ, ഡേറ്റ്സിൻ്റെ. നമ്മുടെ റോൾ ഇതാണ് സംഭവം. കിച്ചു ഒരെണ്ണം പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്, ഞാനും കഴിച്ചു നോക്കി. കുഞ്ഞിക്കുട്ടനപ്പത്തേക്ക് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരുന്ന് കഴിക്കുകയാണ്. ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ രാവിലെയാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. 2:30 ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ അധികം നേരം ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ മുഖത്തെ ക്ഷീണം ഇങ്ങനെയുണ്ട്. എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ നമ്മൾ എഴുന്നേറ്റത്. പിന്നെ രാവിലെ ഫോണൊക്കെ വന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ച്, അപ്പോൾ കോൾ എടുക്കാൻ വേണ്ടി ആങ്ങളെ വിളിച്ചതുകൊണ്ട് കോൾ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റതുകൊണ്ട് ഉറക്കമൊന്നും ശരിക്കും ശരിയായില്ല. ഋതുക്കുട്ടനടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവനത് കഴിക്കാൻ കൊടുത്തപ്പം അവനൊന്ന് കഴിച്ചിട്ട് പിന്നെ കൈ കൊണ്ട് തട്ടി മാറ്റി അവൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല മധുരമാണ്. ഞാനൊരു കഷ്ണം പൊട്ടിച്ച് ഋതുക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഋതുക്കുട്ടൻ അതുകൊണ്ട് ഇങ്ങനെ അയിലയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചേക്കാം. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിഡ് ഡേ സെയിൽ. കിച്ചു എന്താ ഇവിടെ ഇരുന്ന് റോള് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിക്കുട്ടൻ അതിൽ ഓടി നടക്കുന്നു. ഇച്ചാനും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിഡ് ഡേ സെയിലിൻ്റെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.